രാജ്യം ശ്രദ്ധേയമായ വിധിയെടുത്ത് കാത്തിരിക്കുന്ന മറ്റൊരു സ്ഥലം ബംഗാളാണ്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കാം എന്ന ആത്മവിശ്വാസത്തിലാണ് BJP. മമതാ സർക്കാരിനെ പുറത്താക്കുക എന്നാൽ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുക എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പറഞ്ഞത്. ഹിമന്ത ബിശ്വ ശർമ്മ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആരോപിച്ചു. കോൺഗ്രസ് വക്താവ് പവൻ ഖേരയുടെ മുൻകൂർ ജാമ്യത്തിനെതിരെ അസം സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. BJP നടത്തിയ ആഭ്യന്തര സർവേ പ്രകാരം 115 മുതൽ 125 വരെ സീറ്റുകൾ പാർട്ടിക്ക് നേടാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. പ്രചാരണം കൂടുതൽ ഊർജിതമാക്കിയാൽ ഭരണം പിടിക്കാമെന്നും BJP കണക്കുകൂട്ടുന്നു. പിന്നാലെ പ്രചാരണം ഊർജിതമാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കർശന നിർദ്ദേശം നൽകി. പൊതുറാലിയിൽ രാമക്ഷേത്രവും നുഴഞ്ഞുകയറ്റക്കാരുടെ വിഷയമുയർത്തി TMCക്കെതിരെ അമിത്ഷാ ആഞ്ഞടിച്ചു. അതേസമയം വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും അസമിൽ വാക്പോര് തുടരുകയാണ്. അസം മുഖ്യമന്ത്രി അധികാരം ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ ഉപദ്രവിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. കോൺഗ്രസ് വക്താവ് പവൻ ഖേരയുടെ മുൻകൂർ ജാമ്യത്തിനെതിരെ അസം സർക്കാർ സുപ്രീംകോടതി സമീപിച്ച സാഹചര്യത്തിലാണ് വിമർശനം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.